നമ്മളെല്ലാവരും വാർദ്ധക്യത്തെ ഇഷ്ടപ്പെടുന്നില്ല, ബാല്യത്തെയാണ് ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ വാർദ്ധക്യത്തെ ഇഷ്ടപ്പെടുന്നില്ല എന്നതിനുള്ള മെയിൻ കാരണം വയസ്സാവുന്ന സമയത്ത് ആളുകൾ മുടി നരയ്ക്കുമ്പോൾ എയർ ഡൈ ഉപയോഗിക്കും. വേറെ പല കമ്പനിക്കാരുടെയും ഈ കറുപ്പിക്കാനുള്ള, മുടി കറുപ്പിക്കാനും മീശ കറുപ്പിക്കാനും താടി കറുപ്പിക്കാനുള്ള സാധനങ്ങൾ. പിന്നെ ഇപ്പോൾ മൈലാഞ്ചി എന്ന് പറയുന്നത് ചുവന്ന നിറത്തിലുള്ള മൈലാഞ്ചി തലയിലിട്ട് നടക്കുക. അത് അവർക്കൊക്കെ പുതിയതായിട്ടുള്ള കുറേ ഇതുകളാണ് സ്ത്രീകളായാലും പുരുഷന്മാരുമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനൊന്നും ഞാൻ എതിരല്ല. ഞാനിത് രണ്ടും ചെയ്യുന്നില്ല. കറുപ്പിക്കാനും പോകുന്നില്ല, വെളുപ്പിക്കാനും പോകുന്നില്ല. പ്രകൃതി എന്ത് തന്നിരിക്കുന്നു അത് മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് പറയുന്ന ഐറ്റം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വാർദ്ധക്യത്തെ അകറ്റുക, അതിനുള്ള ഒരു മരുന്ന്. അതിപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ രാവിലെ തുടങ്ങിയ ആളുകൾ എൻ്റെ അടുത്ത് വിളിച്ച് ചോദിക്കുക, അതിൻ്റെ ഒരു തണ്ട് തരുമോ ഞങ്ങൾക്ക് വാർദ്ധക്യത്തെ അകറ്റുക മാത്രമല്ല, ആൺകുട്ടികളുണ്ടാവാനും ഇതൊരു മരുന്നാണ് ആയുർവേദത്തിൽ. അപ്പോൾ ഇതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയാം. ഈ ചെടിയുടെ പേര് സാമുദ്രപ്പച്ച. സമുദ്രപ്പച്ചയല്ല, സാമുദ്രപ്പച്ച. വീണ്ടും ഒരിക്കൽ കൂടി പറയുന്നു, സമുദ്രപ്പച്ച അല്ല, അതിൻ്റെ പേര് സാമുദ്രപ്പച്ച എന്നാണ് ഇത്. ചെടിയുടെ അടിയിലാണ് ഞാൻ ഇരിക്കുന്നത്. അതിൻ്റെ പൂവ്, കായ, ഇലയെല്ലാം കാണാം. ഇതിൻ്റെ തണ്ടിന് നല്ല ബലമാണ്. ഇത് പടർന്ന് പന്തലിച്ച് മരത്തിൻ്റെ മുകളിലോട്ട് പോയി കിടക്കുന്നത് കാണാനും അതിൻ്റെ പൂവ് ഉണ്ടാവുന്നത് കാണാനും ഒക്കെ നല്ല ഭംഗിയാണ്. ഇതിൻ്റെ തൈയുണ്ടാക്കി വിത്തിൽ നിന്നും തൈയുണ്ടാക്കാം, തണ്ട് മുറിച്ചും തൈയുണ്ടാക്കാം. അപ്പോൾ ഈ ചെടി എങ്ങനെയാണ് ഈ വാർദ്ധക്യത്തെ അകറ്റുക എന്നുള്ളത് നമുക്കൊന്ന് ചെറുതായിട്ട് നോക്കാം. അപ്പോൾ ആയുർവേദ ഗ്രന്ഥങ്ങളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ സാമുദ്രത്തെ പച്ചയെക്കുറിച്ച് നോക്കിയാൽ നമുക്കത് വായിച്ചു കഴിഞ്ഞാൽ പല കാര്യങ്ങളും മനസ്സിലാവും. വാർദ്ധക്യത്തെ അകറ്റി നിർത്താൻ മാത്രമല്ല കഴിവില്ല, വിധിപ്രകാരം കഴിച്ചാൽ മാത്രമേ ഇതുള്ളൂ. വെറുതെ കയറിയതിൻ്റെ ഇല പൊട്ടിച്ച് കഴിച്ചു കഴിഞ്ഞാൽ വാർദ്ധക്യമൊന്നും ആകില്ല. അത് വിധിപ്രകാരം കഴിക്കണം. വിധിപ്രകാരം കഴിച്ചാൽ എന്തുണ്ടാ ആൺകുട്ടികളും ഉണ്ടാവുന്നതാണ് ഇതിൽ പറയുന്നത് എന്നാണ് വിശ്വാസം. വൃദ്ധദ്വാരക എന്നാണ് ഇതിൻ്റെ പേര്. വൃദ്ധദ്വാരക എന്ന് വെച്ചാൽ എന്താണ്, വാർദ്ധക്യത്തെ അകറ്റുന്നത് കൊണ്ടാണ് ആ പേര് വന്നിട്ടുള്ളത്. ഇത് വളരെ ഉയരത്തിൽ ചുറ്റി വളർന്ന് ഈ ചെടി അങ്ങ് പോവും. ഇതിൻ്റെ തണ്ടും ബലമാണ്. ഇതിൻ്റെ അഗ്രം, ഈ ചെടിയുടെ അഗ്രം കൂർത്തത്, ഇലയുടെ അഗ്രം കൂർത്തതും ആണ് ഇതിൻ്റെ പ്രത്യേകത. ഇതെങ്ങനെ കഴിക്കുന്നുള്ളതൊന്നും നമുക്ക് നോക്കാം. ഈ ചെടിയുടെ വേര് പൊടി ശതാവരിക്കിഴങ്ങ് ചേർത്ത് ഇടിച്ചു പിഴിഞ്ഞ് നീരിൽ 7 ദിവസം പ്രത്യേകം വറ്റിക്കുക. അപ്പോൾ നല്ല ശതാവരിക്കിഴങ്ങിൻ്റെ നീരെടുക്കുക, അത് പ്രത്യേകം വറ്റിക്കുക. ഇതിൻ്റെ വേരെടുക്കുക, അതും ഇടിച്ചു പിഴിഞ്ഞ് സെപ്പറേറ്റായിട്ട് വറ്റിക്കുക. പ്രത്യേകം അവസാനത്തെ ദിവസം അത് ഉണക്കിപ്പൊടിച്ച് നെയ്യും ചേർത്ത് 6 ഗ്രാം വീതം ഉപയോഗിക്കാമെങ്കിൽ വാർദ്ധക്യത്തെ കുറേ നാളത്തേക്ക് അകറ്റി നിർത്താം. അപ്പോൾ ഒരുപാട് സന്തോഷം ഉണ്ടാവും ആളുകൾക്ക് ഇങ്ങനെ ഒരു ചെടിയുണ്ടെന്നും ഇതെങ്ങനെയാണ് വാർദ്ധക്യത്തെ അകറ്റുക എന്നുള്ളത്. അപ്പോൾ ഇത് വാർദ്ധക്യത്തെ അകറ്റി നിർത്താൻ ഇതേമാതിരി തന്നെ ചെയ്യണം. ഒരിക്കൽ കൂടി പറയുന്നു, ശതാവരിക്കിഴങ്ങിൻ്റെ വേര് അതെടുത്തിട്ട് വേറെ എടുക്കുകയും ഇതിൻ്റെ വേരെടുത്തിട്ട് ഈ സാമുദ്രപ്പച്ചയുടെ വേരെടുത്തിട്ട് ഉണക്കി പൊടിച്ച് പ്രത്യേകമായി അതിൻ്റെ നീര് ഉണക്കി 7 ദിവസം ഉണക്കണം. അത് കഴിഞ്ഞ് അതിൽ നെയ്യും ചേർത്ത് 6 ഗ്രാം വീതം കുറച്ച് നാളത്തേക്ക് കഴിച്ചാൽ നമുക്ക് ഈ വാർദ്ധക്യത്തെ അകറ്റാം. ഇതിൻ്റെ ഇലയും വേരും തണ്ടും എല്ലാ ഔഷധമായിട്ട് ഉപയോഗിക്കുന്നതാണ്. അതും ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ കൂടുതൽ ഇതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞ് കഴിഞ്ഞാൽ നാളെ മുതൽ ആളുകൾ ചോദിക്കും എന്നോട്, വാർദ്ധക്യത്തെ അകറ്റാൻ പറ്റുന്ന ഇത്ര നല്ലൊരു ചെടിയുണ്ടെങ്കിൽ അത് ഇത് പൊടിയായിട്ടൊക്കെ വൈദ്യശാലകളിലൊക്കെ വന്നൂടെ, അത് വാങ്ങിക്കൂടെ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഞാനിതൊന്നും ഉണ്ടാക്കാൻ
ഉള്ള തയ്യാറിലെല്ലാം എനിക്ക് വൈദ്യം അറിയില്ല. പലരും എന്നെ വൈദ്യരെ എന്ന് വിളിക്കുന്നുണ്ട്. ഞാൻ പ്രത്യേകം എല്ലാ വീഡിയോയിലും പറയാറുണ്ട്, ഞാൻ വൈദ്യരല്ല. ഔഷധ ചെടികളെ വളർത്തുകയും അത് കാണുമ്പോൾ അതിൻ്റെ എന്താണെന്നുള്ളത് പറയുകയും മാത്രമാണ് ചെയ്യുന്നത്. നിങ്ങൾ എന്ത് ആയുർവേദ മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിലും അത് ഒരു ആയുർവേദ വൈദ്യരുടെ അനുവാദമില്ലാതെയും അവർ പറയുന്നത് അനുസരിച്ച് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ആ ചങ്ങലമ്പരൻ്റെ കാര്യത്തിൽ പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഉപയോഗിക്കുന്നത് വേണ്ട മാതിരി ഉപയോഗിച്ചില്ലെങ്കിൽ ചൊറിച്ചിലുണ്ടാവും. അതുമാത്രമല്ല, അതിൻ്റെ ചങ്ങലമ്പരൻ്റെ 4 സൈഡിലുള്ള കോണുകൾ ചെത്തിക്കളയണം. ചെത്തിക്കളയുമ്പോൾ തന്നെ കയ്യിൽ ചൊറിച്ചിലുണ്ടാവും. ഗ്ലൗസ് ഇട്ടിട്ട് വേണം അത് ചെത്തിക്കളയാൻ. അത് ചെത്തിക്കളഞ്ഞിട്ട് വേണം എടുക്കണം. പല കിഴങ്ങുകളും ഔഷധ ചെടികളൊക്കെ വിഷമുള്ളതാണ്. അതിൻ്റെ ശുദ്ധി ചെയ്യുക എന്നുള്ളൊരു പരിപാടിയുണ്ട്. ആ ശുദ്ധി ചെയ്യാതെ കൊണ്ട് എന്തെങ്കിലും ചെയ്താൽ വെളുക്കാൻ തേച്ചത് പാണ്ടായിട്ട് മാറും. അപ്പോൾ ഇതിനെക്കുറിച്ച് ചെടികളെ പരിചയപ്പെടുത്തുക എന്നുള്ള കാര്യം മാത്രമേ ചെയ്യുന്നുള്ളൂ. ചികിത്സ ഞാൻ നടത്തുന്നില്ല. ഫോണിൽ കൂടിയുള്ള ചികിത്സ എനിക്ക് ചെയ്യാറുമില്ല, എനിക്കറിയില്ല. നിങ്ങൾക്ക് ഈ സാമുദ്രപച്ച ചെടി വേണോ അല്ലെങ്കിൽ ഇല വേണമെന്ന് ആവശ്യപ്പെട്ട ആൾ വന്നു കഴിഞ്ഞാൽ നമ്മളത് കാണിച്ചു കൊടുക്കും. ഇത്രയും മാത്രമേ ഞാൻ ചെയ്യുള്ളൂ. ഇതേമാതിരി ഒരുപാട് ചെടികൾ നമ്മുടെ ചുറ്റുമുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഓരോന്നിനെക്കുറിച്ച് സമയം കിട്ടുമ്പോഴൊക്കെ ഓരോന്നോരോന്നും പറയാം. അപ്പോൾ ഈ കൊച്ചു വീഡിയോയും ഇന്ന് ഒരുപാട് സന്തോഷത്തോടുകൂടി നിർത്തുന്നു. നന്ദി, നമസ്കാരം.